പാലപ്പള്ളിയാണ്. അങ്ങനെ കാണാനില്ല. അത് ഞാനിപ്പല്ലേ കാണാനില്ല. എങ്കിലും എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കാമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം പാപത്തോടുള്ളതായ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ. ഇവിടെ സങ്കീർത്തനങ്ങൾ 32-ന്റെ 1-2 അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പാപത്തോടുള്ളതായ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് തീരുന്നു നമ്മെ പഠിപ്പിക്കാൻ. എങ്ങനെ നമ്മൾ പാപത്തോട് പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് സമയം നമുക്ക് ചിന്തിക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ലോട്ടറി അടിച്ചതല്ല ഭാഗ്യവാൻ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേ? ലോട്ടറി അടിച്ചതാണോ ഭാഗ്യവാൻ? അല്ല. ഇവിടെ പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദൈവത്തിന്റെ വചനം ചെയ്യുന്നത് നമ്മെ പഠിപ്പിക്കുന്നത്. ലംഘനം ക്ഷമിക്കപ്പെടണം. നമ്മളെല്ലാവരും ആര് തന്നെയാണ്? പാപികളാണ്. ആ ഒരു ബോധം നമുക്ക് വേണം, അല്ലേ? നമ്മളെല്ലാവരും ആര് തന്നെയാണ്? പാപികളാണെന്നതായ ഒരു ബോധം. പാപം മറച്ചു വെക്കരുത്. അത് ദൈവത്തോട് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. അപ്പൊ നമ്മുടെ ലംഘനത്തെ ക്ഷമിച്ചു തരുമെന്നൊക്കെ മനസ്സുള്ളതായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം ആരും ചെയ്ത് മറന്നു പോകരുത്. ഞാനും നിങ്ങൾ എല്ലാവരും കേട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അത് മറച്ചു വെക്കരുത്. അത് ദൈവത്തോട് ചെയ്യണം, സന്തോഷത്തോടെ ഏറ്റു പറയണം. ഇനി അതിനുള്ളതായ സമയം മാത്രമേ നമുക്ക് ഉള്ളൂ. ചിലപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ, ജീവിതമാകുന്നതായ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ചെയ്യും, ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഏറ്റു പറയാനൊക്കെ ചെയ്യും, മറന്നു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണം ഇപ്പോഴേ ചെയ്യണം. നമ്മുടെ പാപങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നമ്മൾ ഒരുക്കമുള്ളവരായി നമ്മൾ ഇരിക്കണം. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയുമെങ്കിൽ ക്ഷമിക്കുവാനൊക്കെ വാക്ക് മനസ്സുണ്ട്, ദൈവത്തിന് മനസ്സുണ്ട്. 5-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് പറയുന്നത്, 38-ന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. നോക്കണേ, അകൃത്യം മറച്ചില്ല, അല്ലേ? എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോ നമ്മൾ വേണം നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് പശ്ചാത്തപിച്ച് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുമെന്നൊക്കെ വേണം ദൈവത്തിന് മനസ്സുണ്ട്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്, അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? 5-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, മറച്ചു വെച്ചില്ല. ദൈവത്തോട് ചെയ്തു, അറിയിച്ചു. എന്റെ അകൃത്യം മറച്ചു വെച്ചില്ല, അല്ലെ? വെച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ചെയ്തു ക്ഷമിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും പാപങ്ങളെ നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഒരുക്കത്തോടു കൂടിയായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഏത് സമയം ചെയ്യാം, കടന്നു വരാം. സമയം നമുക്ക് വ്യക്തമല്ല, അല്ലേ? ചില അടയാളങ്ങൾ മാത്രം തന്നിട്ടുണ്ട്. കർത്താവിന്റെ വരവിനെ കുറിച്ചില്ലേ അടയാളങ്ങൾ മാത്രം തന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യണം, നമ്മുടെ പാപങ്ങളെ എത്രയും വേഗത്തിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ചെയ്യണം. പശ്ചാത്താപമുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോ ദിവസവും നാം അറിയാതെ നിരവധിയായ പാപങ്ങൾ ചെയ്യുന്നു, അല്ലെ? നാം അറിയാതെ ചെയ്യുന്നതായ നിരവധിയായ പാപങ്ങൾ എന്തൊക്കെയാണ്? വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, നോട്ടങ്ങൾ കൊണ്ട്, ചിന്ത കൊണ്ട്, വിചാരം കൊണ്ടൊക്കെ ഓരോ ദിവസവും നമ്മൾ പാപം ചെയ്യുന്നു. അറിയാതെ അങ്ങോട്ട് സംഭവിച്ചു പോവുകയാണോ, അല്ലെ? അതെല്ലാം ദൈവത്തോട് ചെയ്യണം, ഏറ്റുപറഞ്ഞ് അനുദപിക്കണം. അപ്പോ ഒന്നാമത്തെ കാര്യം, പാപം എന്ത് ചെയ്തത്? മൂടി വെക്കരുത്. പാപം എന്ത് ചെയ്തത്? മൂടി വെക്കരുത്. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ? നാം ചെയ്യുന്നതായ സകല കാര്യങ്ങളും ദൈവം
കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വാക്കുകൾ കൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നിന്റെ പാപത്താൽ നിന്നെ എന്ത് ചെയ്യും? നിന്നെ ദൈവം വിധിക്കും. നിന്റെ പാപത്താൽ നിന്നെ ദൈവം വിധിക്കും. അതുകൊണ്ട് പാപം ആരും മൂടി വയ്ക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് നമ്മൾ ഏറ്റുപറയണം. 1 യോഹന്നാൻ 1:5 ഭാഗം വായിച്ചേ. 1 യോഹന്നാൻ 1:5 ഭാഗം വായിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചെയ്യണം, നമ്മുടെ പാപങ്ങളെല്ലാം ചെയ്യണം, ഏറ്റുപറയണം. ഈ പാപം നിങ്ങളിൽ ഏറ്റുപറയാതെ കിടന്നു കഴിഞ്ഞാൽ ആ പാപം മൂലം ദൈവം നിന്നെ ന്യായം വിധിക്കും. ഏറ്റുപറയാതിരുന്ന അല്ലേ? നമ്മൾ പറയും കുഞ്ഞു ഒരു പാവലെ ഞാൻ ചെയ്തിട്ടുള്ളൂ, ആ ദൈവം കൊണ്ട് ക്ഷമിക്കും. ഇത് പറയുന്നത് സാധാരണ പറയുന്നതായ കാര്യമാണ്. ഒരു കുഞ്ഞു പാവലെ ഞാൻ ചെയ്തിട്ടുള്ളൂ, ആ ദൈവം അങ്ങ് ക്ഷമിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ ദൈവത്തോട് ഏറ്റുപറയണം. വായിച്ചേ 1 യോഹന്നാൻ 1:9 വാക്യം. 1 യോഹന്നാൻ ശ്രദ്ധിച്ചോണേ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ നേടണം, ദൈവത്തോട് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തില്ല, ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതായ സകല പാപങ്ങളെയും ദൈവത്തോട് ഏറ്റുപറയുകയും പിന്നെ അത് ചെയ്യാതിരിക്കുകയും വേണം. അല്ലെ? ഏറ്റുപറഞ്ഞ് വീണ്ടും അത് തന്നെ ചെയ്യുന്നു. അത് പിന്നെ ഇരട്ടി ശിക്ഷയ്ക്ക് കാരണമായിട്ട് ഒരു പാപം നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ദൈവം ക്ഷമിച്ചു, വീണ്ടും അതിനെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തില്ല? അത് ക്ഷമിക്കത്തില്ല. അല്ലെ? അതിന് ഇരട്ടി ശിക്ഷയും നമുക്ക് ലഭിക്കും. അപ്പൊ രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് ചെയ്യണം, ഏറ്റുപറയണം. ഒന്നാമതാണ് പാപം മൂടി വെക്കരുത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് ചെയ്യണം, അതെല്ലാം ഏറ്റുപറയണം. അത് ക്ഷമിക്കുവാനൊക്കെ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷെ ഏറ്റുപറയാനുള്ള മനസ്സാർക്ക് വേണം? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അല്ലെ? അടുത്തത് മൂന്നാമത്തെ കാര്യം, പാപത്തെ വെറുക്കണം. നമ്മൾ പാപത്തെ ചെയ്യണം, വെറുക്കണം. പാപത്തെ വെറുക്കാൻ പറ്റും? നമുക്ക് വെറുക്കാൻ പറ്റാത്തതായ പാപമുണ്ടല്ലേ? ചിലർക്ക് വെറുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ പാപമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തെ നമ്മൾ വെറുക്കണം. പാപം ചെയ്യാനുള്ളതായ പ്രേരണ വരുമ്പോൾ അതിനെ വെറുക്കണം. എന്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, ആ പാപത്തെ വെറുക്കുന്നു എന്ന് പറയണം. സദൃശവാക്യം 8:13 വാക്യം വായിച്ചേ. സദൃശവാക്യങ്ങൾ 8:13 വാക്യം എന്താണ് പറയുന്നത്? 8:13 ശ്രദ്ധിച്ചോണേ. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. അപ്പോ പാപത്തെ നമ്മൾ വെറുക്കണം, ദോഷത്തെ വെറുക്കണം. അപ്പൊ അത് ചെയ്യണം. യഹോവയോട് നമ്മൾ കൂടുതൽ ഭക്തി കാണിക്കുമ്പോൾ, കൂടുതൽ ഭക്തിയിലായിരിക്കുമ്പോൾ നമ്മൾ ദോഷത്തെ ചെയ്യും, വെറുക്കുന്നവരായി മാറും. ദൈവത്തോട് നമുക്ക് കൂട്ടായ്മയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പാപത്തെ വെറുക്കത്തില്ല. ദൈവത്തോട് നമ്മൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ പാപപ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യും? പരിപൂർണമായും വെറുക്കുമെന്ന് വേദപുസ്തകം ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. പാപത്തെ നമ്മൾ പരിപൂർണമായും വെറുക്കണം എന്നുള്ളതാണ്. അപ്പോ പാപത്തെ നമ്മൾ വെറുക്കണമെങ്കിൽ ദൈവവുമായിട്ട് ഈടാർന്ന ബന്ധത്തിൽ നമ്മൾ ആയിരിക്കണം. അപ്പൊ പാപത്തെ വെറുക്കുമെന്നൊക്കെ നമുക്ക് സാധിക്കും. ഇനി 4ാമത്തെ വാക്യം, പാപത്തെ ചെയ്യണമെന്ന് അറിയാമോ? ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. പാപത്തെ ചെയ്യണം, പരിപൂർണമായി ഉപേക്ഷിക്കണം. സദൃശവാക്യം 28:13 വാക്യം. സദൃശവാക്യങ്ങൾ 28:13 വാക്യമായിട്ടാണ് പറയുന്നത്, പാപത്തെ പരിപൂർണമായി ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഇവയൊക്കെയും ദൈവം നമ്മോട് പറയുന്നത്? സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു സ്ഥലമാണ്. ആ വിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിക്കാൻ തക്കവണ്ണം എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്.
ഒരു വിശുദ്ധമായ ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് ദൈവരാജ്യം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം വന്നു പോകരുത്. അപ്പൊ പാപത്തിന്റെ പരിപൂർണമായും ഉപേക്ഷിക്കണം. ഇനി പാപത്തെ ഓർത്ത് ദുഃഖിക്കണം. അങ്ങനെ ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടോ? ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടോ? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ചെയ്തു പോയ മാരക പാപങ്ങളെ ഓർത്ത് ചെയ്യണം, നമ്മള് ദുഃഖിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 ഭാഗം വായിച്ചേ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, പാപത്തെ ഓർത്ത് ദുഃഖിക്കണം. ദുഃഖമുണ്ടോ? നമുക്ക് പാപത്തെ ഓർത്ത് ദുഃഖമുണ്ടോ? പാപത്തെ ഓർത്ത് ദുഃഖിച്ചില്ല എങ്കിൽ ആ പാപം അങ്ങനെ തന്നെ അവിടെ കിടക്കും. ദൈവത്തോട് ഏറ്റുപറയണം. പാപത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയും വേണം. യാക്കോബ് 4-ന്റെ 8 മുതൽ 10 ഭാഗം വായിച്ചേ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുത്തിലേക്കും വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇത് മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും ഇരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉയർത്തും. അല്ലെ? അപ്പോ നമ്മൾ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കണം. എന്നിട്ട് വീണ്ടും ആ പാപം ചെയ്യാൻ കൊണ്ടുവരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് കടന്നു പോകരുത്. അല്ലെ? അപ്പോ ഇരട്ടി ശിക്ഷ നമുക്ക് ലഭ്യമായി തീരും. അതിനാൽ നമ്മുടെ പാപത്തെ ഓർത്ത് ദുഃഖിക്കണം. ഏത് സമയത്തും കർത്താവ് വരാം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നിരവധിയായി ഭൂമുഖത്ത് കണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയം നോക്കില്ല. അതിനാൽ കിട്ടുന്ന സമയം നമ്മൾ തക്കത്തിൽ വിനിയോഗിച്ചുകൊള്ളണം. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ ദിവസത്തിൽ നീ രക്ഷതാക്കളൊക്കെ ഒരുങ്ങില്ല എങ്കിൽ പിന്നെ നിന്നെ രക്ഷിക്കുന്നൊന്നും മറ്റാർക്കും സാധ്യമല്ല. അതിനാൽ എന്ത് ചെയ്യണം? ഒരുങ്ങുക ഈ നിമിഷം. അല്ലെ? ഇപ്പോൾ ഒരുങ്ങണം. ദൈവരാജ്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരുങ്ങണം. നിന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഒരുക്കത്തോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വരവില് പേര് വിളിക്കുന്ന കൂട്ടത്തില് നിന്റെ പേര് എന്ത് ചെയ്യും? കാണും. ഇല്ലെങ്കിൽ നിന്റെ പേര് വിളിക്കുന്ന കാര്യം, എന്റെ മകൻ, എന്റെ മകള്, അവൾ ഒരുക്കത്തോടുകൂടി ഇരിക്കുകയാണ്. പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഒരുക്കത്തോടുകൂടി ആയിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യാം, അവന്റെ പേര് വിളിക്കാം, അല്ലെങ്കിൽ അവളുടെ പേര് എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പൊ പേര് വിളിക്കുന്ന കൂട്ടത്തില് എന്റെ പേരും നിങ്ങളുടെ പേരും എല്ലാം നീയും കാണുവാൻ ഇടയായിത്തീരും. ഇല്ല എങ്കിൽ, നീ അനുദപിച്ചില്ല എങ്കിൽ, നീ നിന്റെ പാപത്തെ ഏറ്റു പറഞ്ഞില്ല എങ്കിൽ, വീണ്ടും അതിൽ തുടരുന്നു എങ്കിൽ, നിശ്ചയമായിട്ട് കർത്താവിന്റെ വരവില് പേര് വിളിക്കുന്ന കൂട്ടത്തിൽ നിന്റെ പേര് കേട്ടില്ല, കാണപ്പെടുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോഴേണം നമ്മുടെ പാപത്തെ ഓർത്ത് നമ്മള് ദുഃഖിക്കണം. 6-ാമത്തെ പോയിന്റ്, പാപത്തെ ചെയ്യണം, മരിപ്പിക്കണം. പാപത്തെ ചെയ്യണം, നാം ചെയ്തു കൊണ്ടതായ പാപത്തെ മരിപ്പിക്കണം. റോമർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ 6 മുതൽ 14 ഭാഗം വായിച്ചേ. 6-ാം അധ്യായം 6 മുതൽ 14 ഭാഗം ഒന്ന് വായിച്ചേ. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആയതിനാൽ അങ്ങനെ മരിക്കുവാനൊക്കെ വേണം ഇടവരുത്. അല്ലേ? അങ്ങനെ മരിച്ചു പോകാനല്ല കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്ത? മരിച്ചു. നമ്മുടെ പാപങ്ങളെ എന്ത് ചെയ്തു? ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കുരിശിലേറിയത് നാം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്ത്? മരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവ് മരിച്ചത്. വായിച്ചേ ഭാഗം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് അറിയുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നിനക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു. ജീവിക്കും എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവരുടെ ഇനി അധികാരമില്ല, മരണത്തിന് അവരുടെ അധികാരമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ശരീരങ്ങളെ പുതുക്കി രൂപാന്തരം പ്രാപിച്ച് പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കണം. അതിൻ്റെതായ സമയം മാത്രമേ നമുക്കുള്ളൂ. ചുരുക്കമായ സമയം, തുച്ഛമായ സമയം മാത്രം. ഈ സമയം നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ രാജ്യത്തില് നിങ്ങളും കാണും എന്ന കാര്യത്തില് സംശയമൊന്നും വേണ്ട. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. ആ മരണത്തിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാനാണ് കർത്താവ് നമുക്ക് വേണ്ടിയത് ഒരു യാഗമായി മാറിയത്, നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പാപത്തിന്റെ വഴിയിലൂടെ നീങ്ങുന്നത് ഒരിക്കലും സഞ്ചരിക്കുമെന്നോണം ഇടവരുത് എന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ പഠിക്കും. 7ാമത്തെ പോയിന്റ്, അനുഭവിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കണം. പാപത്തെ ഓർത്ത് നമ്മൾ അനുഭവിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കണം. അനുതാപം ഉണ്ടാവണം, അല്ലെ? മാനസാന്തരം ഉണ്ടാവണം. മാനസാന്തരപ്പെടുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു മാനസാന്തരപ്പെടുവാൻ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് നീ പറഞ്ഞു മാനസാന്തരപ്പെടുവാൻ പറഞ്ഞു. പക്ഷേ എത്ര പേര് ഇത് ഗ്രഹിച്ചു? എത്ര പേര് ഇത് കേട്ടു? എത്ര പേര് അവരുടെ ജീവിതങ്ങളെ ഇത് കേട്ട് ചെയ്തു? അനുദപിച്ച് പശ്ചാത്തലം ചുരുക്കമുള്ളതാക്കി മാറ്റി. വായിച്ച ഭാഗം വായിച്ച പുസ്തകപ്രവൃത്തികൾ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാനിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിർണയിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒരിക്കൽ മുതലായിട്ടാണ്. ആരൊക്കെയോ ഇനിയും ദൈവത്തെ സ്വീകരിക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത് മനസ്സിലാക്കുന്നത്, അല്ലേ? ആരൊക്കെയോ ഇനിയും ക്രിസ്തുവിലേക്ക് വരുവാനായിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് കർത്താവിന്റെ വരവ് താമസിക്കുന്നതായിട്ട് തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഞാനായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് അനുഭവിച്ച് ഒരുക്കമുള്ളവരായിട്ട് ഇരിക്കുമെന്നൊക്കെ ദൈവം നിങ്ങൾ ആഗ്രഹിക്കും. അതിനാൽ ഈ 7 കാര്യവും നിങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും വേണം. പാപത്തോടുള്ളതായ നമ്മുടെ പ്രതികരണം എന്താണ്? 1, പാപം മൂടിവെക്കരുത്. പാപം ദൈവത്തോട് ഏറ്റുപറയണം. ദൈവത്തോട് ഏറ്റുപറയണം. പാപത്തെ വെറുക്കണം. എന്ത് ചെയ്യണം? പാപത്തെ ഉപേക്ഷിക്കണം. പാപത്തെ ഓർത്ത് ദുഃഖിക്കണം. പാപത്തെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. നമ്മൾ നമ്മുടെ പാപത്തെ ഓർത്ത് ചെയ്യണം, അനുദപിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് പെട്ടെന്ന് സംഭവിക്കേണ്ടത്. അങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യമായ രാജ്യം കരസ്ഥമാക്കിക്കൊള്ളുക എന്ന് കർത്താവിന്റെ ആ മാധുര്യമേറിയ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.